നമ്മളുടെ ഒരു സ്വപ്നമാണ് പറഞ്ഞത്. അല്ലാതെ 5 വർഷം കൊണ്ട് ഇവിടെ പെട്ടെന്നൊരു മെസ്സി ഉണ്ടാക്കുന്നുള്ളതല്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് അക്കാഡമികൾ ഉണ്ടാവണം. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മെസ്സി കളിക്കുന്നത് 16 വയസ്സിൽ മെസ്സി ഇന്റർനാഷണൽ ലെവൽ കളിക്കുമ്പോൾ ഇവിടുത്തെ കായിക താരമായി CK വിനീത് നമ്മൾ കണ്ടെത്തുന്നത്. അത്തരത്തിലൊരു ഗ്രാസ് റൂട്ട് ലെവൽ അക്കാഡമികൾ വേണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം. അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഒരു മെസ്സിയെ പോലെ? അല്ല, അതാണല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മളുടെ ഒരു സ്വപ്നമാണ് പറഞ്ഞത്. അല്ലാതെ 5 വർഷം കൊണ്ട് ഇവിടെ പെട്ടെന്നൊരു മെസ്സി ഉണ്ടാക്കുന്നുള്ളതല്ല. അത് മെസ്സി തന്നെ മറ്റൊന്ന് ആയിട്ട് മാറുക എന്നുള്ളത് പറയുന്നത് പ്രായോഗിക കാര്യമല്ല. അദ്ദേഹത്തിന് പകരം മറ്റൊരാളില്ലാന്ന് തന്നെയാണ് അവരുടെ അർജന്റീനൻ ടീമിന്റെ കോച്ച് തന്നെ പറഞ്ഞത്. നമുക്ക് മെസ്സിയെ പോലെ ലോകം ആഗ്രഹിക്കുന്ന ഫുട്ബോളർമാരാകാൻ സാധിക്കുന്ന പ്രതിഭകളുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടാകും. നമ്മൾ ഇവരെ കൊണ്ടുവരാമെന്ന് ആഗ്രഹിക്കുക. ഞങ്ങളും ആഗ്രഹിച്ചിരുന്നതാണ് മെസ്സി വരുന്നെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അതെന്തുകൊണ്ടാണ്? അവർക്ക് അത് ഉണ്ടാകുന്ന ഒരു പ്രചോദനമാണ്. അപ്പോൾ അത് അന്നത്തെ സാഹചര്യത്തിൽ ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇനി നമുക്ക് കായിക മേഖലയിൽ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഓപ്പറേഷൻ കളരി എന്ന പേരിൽ കായിക വകുപ്പ് PPP പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് കൂടുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹോസ്റ്റലുകളിലെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ന്യൂട്രീഷൻ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്രൗണ്ടുകൾ, സ്റ്റേഡിയങ്ങൾ, പരിശീലകർ, കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചു. അതിലേറ്റവും പ്രധാനമായി നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ദേശീയ കോച്ചിങ് അക്കാഡമി, കോച്ചുമാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു അക്കാഡമി കേരളത്തിൽ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രപ്പോസൽ കൂടിയാണ് നൽകിയത്. അത് വളരെ പോസിറ്റീവായി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് അതിനോട് പ്രതികരിച്ചത്. കാരണം ഇനി താരത്തെ മാത്രം കണ്ടതുകൊണ്ടാകില്ല, അവരെ പരിശീലിപ്പിക്കുന്ന ആളുകളെ കൂടി നമുക്ക് കാണാതെ പോകാൻ വേണ്ടി സാധിക്കില്ല. അവർക്ക് വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങൾ കൂടി ഒരുക്കി കൊടുക്കണം. അപ്പോൾ അതിന് ഗവൺമെന്റിനെ കൊണ്ട് മാത്രം ഈ നിക്ഷേപം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സ്വകാര്യ നിക്ഷേപം കൂടി കടന്നു വന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യം ഒരുക്കിയെടുക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതുകൊണ്ട് സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് കൂടി കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രഖ്യാപനം നടത്താം. ഈ സ്പോർട്സിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ ഒരു ചേഞ്ച് വരാനുണ്ട്. അത് ചേഞ്ച് വരുത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കും. ഞാൻ ഒറ്റ വരിയിൽ പറഞ്ഞ അവസാനിപ്പിക്കുക. ബാക്കി ഞാൻ പത്രസമ്മേളനം നടത്തിയതിന്റെ ബാക്കി അങ്ങനെയല്ല. കേരളത്തിലെ സ്പോർട്സ് കൗൺസിലിന്റെയും അസോസിയേഷനുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് പലപ്പോഴും ഇത് അത്ലറ്റ് സെൻട്രിക് അല്ല. ഇതിൻ്റെ പലപ്പോഴും പ്രാധാന്യം കൊടുക്കപ്പെടുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ റൈറ്റ്സ്, സ്പോർട്സ് കൗൺസിലിൻ്റെ ഇമ്പോർട്ടൻസ്, അവരുടെ അധികാരങ്ങൾ, പിന്നെ അസോസിയേഷനുകളുടെ അധികാരങ്ങൾ, അസോസിയേഷനുകൾ പിരിച്ചുവിടപ്പെടാനുള്ള അധികാരങ്ങൾ, നിയമിക്കാനുള്ള അധികാരങ്ങൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാണ്. പലപ്പോഴും കായിക താരങ്ങളെ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അസോസിയേഷനുകളാണെങ്കിൽ അവർ തമ്മിലുള്ള ഈഗോയുടെ പേരിൽ അവർ തമ്മിലുള്ള യുദ്ധങ്ങൾ കോടതിയിലേക്ക് കൂടി നീണ്ടു പോകുമ്പോൾ ഹൈക്കോടതി കയറി, സുപ്രീം കോടതി കയറി, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കേസുകൾ. ഇതിൻ്റെയൊക്കെ പുറകിൽ നഷ്ടപ്പെടുന്നത് കേരളത്തിലെ കായിക താരങ്ങളുടെ അവസരങ്ങളും അവരുടെ ജീവിതമാണ്. ഇതൊരു പീക്ക് ടൈമിലാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സമയം. ഒരു ചെറിയ പ്രായത്തിലാണ് കായിക താരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പീക്ക് പെർഫോമൻസ് ഉണ്ടാവുക. ആ പീക്ക് പെർഫോമൻസിൻ്റെ സമയം അവർക്കൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അസോസിയേഷനുകളിൽ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അത്ലറ്റ് സെൻ്ററായ ഒരു പൊളിച്ചെടുത്ത് കേരളത്തിലെ കായിക മേഖലയിൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതൊരു ഫൈനലായതിനു ശേഷം ഞാൻ അറിയിക്കാം.